എടുത്തു കൊണ്ടുവന്നിട്ട് മനോഹരമായ മൺപാത്രമാക്കി മാറ്റൂ. എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ പരപ്പിൽ നിക്ഷേപത്തെ ചുമക്കേണ്ടുന്ന മൺപാത്രങ്ങളെ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഓരോരുത്തരെ ഓരോ കാലഘട്ടങ്ങളിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് രാത്രിയിലും എന്റെ 20-ാമത്തെ വയസ്സിൽ കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവിന്റെ സുവിശേഷം വഹിക്കേണ്ടതിന് കർത്താവ് ഇങ്ങനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും ആ ഒരു ആത്മദാഹം നിങ്ങളുടെ എല്ലാ അകത്തും വെളിപ്പെട്ടെ. അധികം പ്രയോജനപ്പെടുവാൻ, അധികം ദൈവരാജ്യത്തിന് വേണ്ടി ശോഭിപ്പാൻ തക്ക വേണം ദൈവം നമ്മെ സഹായിക്കണം. ഞാൻ പറഞ്ഞതിന് കാരണം നമ്മുടെ കർത്താവിന്റെ ദാസനൊക്കെ അവിടുത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം നാം പ്രാർത്ഥിക്കണം. അധികം ഫലം കായ്പാൻ ഈ ദിവസങ്ങളിൽ ദേവദാസൻ മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന 21 പേരെ കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കർത്താവിന് വേണ്ടി തിളങ്ങുന്ന നല്ലൊരു മുത്തായി മാറണോ. എന്തൊക്കെ പ്രതിസന്ധികൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, അതിന്റെ നടുവിൽ കർത്താവുമായുള്ള ആത്മബന്ധം വിച്ഛേദിച്ച് നാം ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ഓടാനല്ല, അതിനപ്പുറം അധികമായി ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന നല്ല ഒലിവിൻ തൈകളായി, നല്ല മുന്തിരിവള്ളികളായി, ഇന്ന് രാത്രി നല്ല തണ്ടിന്മേൽ ശോഭിക്കുന്ന ചില വിളക്കുകളായി തീരുവാൻ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ അനേക നാളുകളായി പലപ്പോഴും ഭവനത്തിന്റെ അകത്തളങ്ങളിൽ പലപ്പോഴും ഒതുങ്ങിയിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, നീ ഭവനത്തിന്റെ അകത്തളത്തിൽ ഒതുങ്ങേണ്ടവളല്ല, നീ പറയുടെ കീഴിൽ ഇരിക്കേണ്ടവളല്ല, നീ അധികം ശോഭിക്കേണ്ടതിന് തണ്ടിന്മേൽ കത്തുന്ന വിളക്കായി ശോഭിപ്പാൻ ഈ നാളുകൾ തയ്യാറാകുന്നെങ്കിൽ ഉറപ്പായും ദൈവം നമ്മെ അത്ഭുതകരമായി എഴുന്നേൽപ്പിക്കും. നാം ഒന്ന് ആഗ്രഹിച്ചാൽ മതി. ഇന്ന് രാത്രി നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. പലപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിരവധി ചിന്തിച്ച് പല ആലോചനകളാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ ഒന്നും ചിന്തിക്കാനും മോഹം. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയമുണ്ടല്ലോ, എൻ്റെ അപ്പന് വേണ്ടി പകർന്നാൽ മാത്രം മതി. നിങ്ങൾ പോകേണ്ടുന്ന വഴി, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്തെടുപ്പിക്കുമെന്ന് എൻ്റെ അനുഭവത്തിന് ഞാൻ പറയും. 20-ാമത്തെ വയസ്സ് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് ചിന്തിച്ചതല്ല. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് പോകേണ്ടുന്ന വഴിയിലൂടെ ദൈവം കടത്തിവിടുകയാ. ഇന്ന് രാത്രി നമ്മൾ ആ വഴിയിലൂടെ പോകുവാൻ വിധേയപ്പെട്ടാൽ മാത്രം മതി. ദൈവം നമ്മെ എത്തിക്കേണ്ടുന്ന വഴികളിലൂടെ കടത്തി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ നമ്മുടെ ദൈവശക്തനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി അല്പസമയ ദൈവോധന ചിന്തകൾക്കായി നിങ്ങളുടെ ശ്രദ്ധയെ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം, അതിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ അല്പസമയ ചിന്തകൾക്ക് വേണ്ടി ഞാൻ എടുപ്പം ദൈവനാമത്തിൽ ശരണപ്പെടുകയാ. അവർ പിന്നെ അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. നല്ല സമയത്തിനായിട്ട് കർത്താവ് നന്ദിയോടെ സ്തുതിക്കും വാഴ്ച ചെയ്യുന്നു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. മതി സ്വതന്ത്രം. അനുഗ്രഹമേറിയ തിരുവചനം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ സ്ത്രീയുടെ പേരിലാണ് അറിയപ്പെടുന്ന 2 പുസ്തകങ്ങൾ. ഒന്ന് എസ്തേറിന്റെ പുസ്തകവും, 2 രൂത്തിന്റെ സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളാ. ഒന്ന് എസ്തേറും ഒന്ന് രൂത്തും. നമുക്കറിയാം, ഈ വാക്യത്തിന്റെ ഈ അധ്യായത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് വരുമ്പോൾ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടം, ഇസ്രായേൽ ഒരു രാജാവില്ലാത്ത കാലഘട്ടത്തിൽ ദൈവം നോക്കിയേയും ദേശത്ത് ഒരു കഠിനമേറിയ ക്ഷാമം വെളിപ്പെടുകയാ. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഉടനീളം നോക്കുമ്പോൾ നിരവധി ക്ഷാമങ്ങളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ മേൽ വന്ന് ഭവിച്ചത് പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, എലിയാവിന്റെ കാലഘട്ടത്തിൽ ശക്തമേറിയ ക്ഷാമം വെളിപ്പെട്ടു. 3.5 വർഷത്തെ കഠിനമേറിയ ക്ഷാമം. നമുക്കറിയാം എന്താ ക്ഷാമത്തിന്റെ കാരണം. ഇസ്രായേലിൽ ദൈവം തെരഞ്ഞെടുത്ത രാജാവായിരുന്നു ആഹബ്. ഈ ആഹബ് ദൈവത്തെ മറന്ന് തന്റെ ഭാര്യയായ ഇസബേലിന്റെ പിതാവായ ബാൽ വിഗ്രഹത്തെ ആരാധിക്കുകയും ദൈവത്തെ മറന്ന് ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ പ്രതിഷ്ഠകളെ പൂജിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ജനം മറന്നു കളഞ്ഞപ്പോൾ ദൈവം ദേശത്തിന്റെ മേൽ ക്ഷാമം അയക്കുകയാ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമുക്ക് വേദപുസ്തകം ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ മനുഷ്യൻ മറക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ ക്ഷാമങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഓരോന്നും ഓരോ കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം,
400 വർഷം ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്നതിന്റെ കാരണം എന്താ? ദൈവത്തെ മറന്നപ്പോൾ, വിടുവിച്ച ദൈവത്തെ, വിളിച്ചിറക്കിയ ദൈവത്തെ മറന്ന് അവർ അവരുടെ ഇഷ്ടത്തിന് ഓടിയപ്പോൾ ദൈവം നോക്കിയ ഒരു ന്യായവിധി അവരുടെ മേൽ അയക്കുകയാ. അതുകൊണ്ട് മാത്രം തീർന്നോ? എന്നാൽ അവിടെ വെച്ച് അവർ നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് അനുദപിച്ചു മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ആ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നു. എന്നാൽ വിടുവിച്ചു കൊണ്ടുവന്ന ജനം ചെങ്കടൽ കടന്ന് മറുകര കടന്നു. എന്നാൽ അവിടെ ചെന്നപ്പോഴും എന്താ? പിറുപിറുക്കുന്നു, പരിഭവങ്ങൾ, പരാതികൾ ഇതെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സംഭവിച്ചത് എന്താ? കേവലം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനകത്ത് കനാനിലെത്തേണ്ട ഇസ്രായേൽ ജനോ എത്ര 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ചരിത്രങ്ങൾ നമുക്കറിയാം. ഇതിനുള്ള കാരണം എന്താ? ഒന്ന്, ദൈവത്തെ മറക്കുമ്പോൾ, ദൈവവുമായുള്ള ഒരു ആത്മബന്ധത്തിൽ നമ്മൾ അകന്നു മാറുമ്പോൾ പലപ്പോഴും ക്ഷാമങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായി തീരും. ഇന്ന് രാത്രിയിലും ആ ഒരു സന്ദേശം കൈമാറുകയാ. പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ ഒക്കെ ഒരു പ്രധാന കാരണം എന്താ? നാം ദൈവത്തെ മറക്കുമ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നാം അകന്നു മാറുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ചില ന്യായവിധികൾ, ചില ക്ഷാമങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ ഇത് കർത്താവ് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഈ പ്രതിസന്ധിയുടെ അല്ല കാരണം എന്താ? ഒന്നാമത്തെ കാരണം എന്താ? ദൈവത്തെ മറക്കുമ്പോൾ. വേദപുസ്തകത്തിന്റെ ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? കഴിയോ? ദൈവത്തെ മറക്കുമ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറുമ്പോൾ ഈ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടത് ദൈവം ചില പ്രതിസന്ധിയിലൂടെ തന്റെ ജനത്തെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ദൈവം ഒരിക്കൽ യോനയെ ദൈവം വിളിച്ചിട്ട് പറയും, യോനേ, നീ നിനവയിൽ പോയി പ്രസംഗിക്കണോ? ആ ജനം ദുർമാർഗത്തിൽ നടക്കുന്നു, ദൈവത്തെ മറന്നു നടക്കുന്ന ആ ജനത്തെ വിടുവിക്കുവാൻ നീ അവിടെ ചെന്ന് പ്രസംഗിക്കണോ? ഈ ദൈവശബ്ദം കേട്ട യോന എന്ത് ചെയ്ത്? ആ ജനത്തിന്റെ അടുക്കൽ ഞാൻ പോയാൽ ഒരു മാനസാന്തരപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് യോന റൂട്ട് തിരിച്ച് അവൻ നോക്കിയേ തർശീശിലേക്കുള്ള കപ്പൽ കയറി. എന്താ സംഭവിച്ചത്? ദൈവം അവൻ കയറിയ കപ്പലിനെ ഒന്ന് ഇളക്കി. അവൻ പോയി സംതരിച്ച പടകിന്റെ മേൽ ഒരു കൊടുങ്കാറ്റാഞ്ഞടിപ്പനടയായി തീർന്നില്ലേ? ഇന്ന് രാത്രിയിൽ ഞാൻ പറയും, പ്രിയ സഹോദരങ്ങളെ, ദൈവം ഏൽപ്പിച്ച ചില ദൈവിക ദൗത്യങ്ങളുണ്ട്, ദൈവം ഏൽപ്പിച്ച ദൈവിക പദ്ധതികളുണ്ട്. ആ ദൈവിക ദൗത്യത്തിൽ നിന്ന്, ദൈവിക പദ്ധതി നാം അകന്നു മാറുമ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ നേരെ കൊടുങ്കാറ്റാഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ, എന്തുകൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ മാത്രം, എന്റെ ജീവിതമാകുന്ന പടകിന്റെ നേരെ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നു? അനേക നാളുകളായി ഇങ്ങനെ ഒന്ന് തീരുമ്പോൾ ഒന്ന്, മറ്റൊന്ന് തീരുമ്പോൾ മറ്റൊന്നായി നിരവധി പ്രതിസന്ധിയുടെ കാറ്റുകൾ എന്തുകൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കുന്നു എന്നൊരു ചിന്തയകത്ത് ഭരിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം ചില കാറ്റുകളെ അടുപ്പിക്കുന്നത് അത് തകർക്കുവാനല്ല. അതിനപ്പുറമായി എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിന്നെ വിളിച്ച വിളിയുടെ ആഴോ, എന്തിനു വേണ്ടിയ ദൈവം വിളിച്ചത്? അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നേ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ദൈവം നിന്നെ അനുവദിച്ചതിന്റെ പുറകിൽ, നിന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പുറകിൽ, ഇന്ന് രാത്രി രക്ഷയുടെ അനുഭവത്തെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ദൈവം തന്നതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതിയിലേക്ക് നാം നമ്മുടെ കാലുകളെ വെക്കാതിരിക്കുമ്പോൾ, അതിലേക്ക് നാം ചെല്ലുവാൻ നാം നിൽക്കാതെ നാം പുറകോട്ട് മാറുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നമ്മുടെ പടകിനെ ഒന്ന് ഇളക്കും. എന്തിനു വേണ്ടിയാ? നിന്റെ പടകിനെ ഇളക്ക് തകർത്ത് കളയുവാനല്ല, ഇന്ന് രാത്രി നിന്നെ പറക്കുവാൻ ശീലിപ്പിക്കേണ്ടതിനാ. അധികമായി ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നീ പറന്നുയരുവാൻ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ ശക്തമായി ഇടപെടുകയാ. ഇന്ന് രാത്രി ആർക്കുമില്ലാത്ത നിലവാരത്തിൽ നിന്റെ ജീവിതത്തിന് നേരെ ചില പ്രതിസന്ധികൾ ഒന്ന് തീരുമ്പോൾ, ഒന്നായി ഇങ്ങനെ കടന്നു വരുമ്പോൾ നീ ചിന്തിക്കും, എന്തുകൊണ്ട് കർത്താവേ ഈ ശോധന തകർക്കാനല്ലെന്ന്. അതിനപ്പുറം നീ പറന്നുയരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന, നിന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ചില ദൈവിക പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലേക്ക് കയറി ചെല്ലേണ്ടതിന് ചില ശോധനകൾ, ചില ക്ഷാമങ്ങൾ നമ്മുടെ ദൈവം തന്നുകൊണ്ടേയിരിക്കും. അത് നമ്മെ തകർക്കാനെന്ന് ചിന്തിക്കല്ലേ, അത് നമ്മെ പണിതെടുക്കാൻ വേണ്ടിയാ. അപ്പൊ ക്ഷാമം വെളിപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്താ? നാം ദൈവത്തെ മറക്കുമ്പോൾ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് ഇറങ്ങി തിരിച്ച ഇസ്രായേൽ ജനോ ദൈവം അവരെ അവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കുക, എന്റെ ദൈവം നോക്കിയ പാലും തേനും ഒഴുകുന്ന കനാലിൽ കൊണ്ടുവന്നതാ. ഈ ദേശത്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്ഷാമം വെളിപ്പെടുന്നത്. എന്താണെന്നറിയോ? ദൈവത്തെ മറക്കുമ്പോൾ ദൈവം ചില
പ്രതിസന്ധിയിലൂടെ നമ്മെ കടത്തിവിടുന്നത്. ഒന്ന് ഇവിടെ വെളിപ്പെടുന്ന ക്ഷാമത്തിന്റെ കാരണം എന്താ? ദൈവത്തെ ജനം മറന്നു കളഞ്ഞപ്പോൾ ആ ദേശത്തിന്റെ മേൽ ഒരു ക്ഷാമത്തെ ദൈവം അയക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് മറ്റൊരു ചോദ്യം വന്നിരിക്കും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലെ ക്ഷാമത്തിന്റെ കാരണം എന്താ? ഇന്ന് രാത്രി പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ അധികമായി നിന്നു, ഞാൻ വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിന് വേണ്ടിയൊക്കെ എന്റെ ദൈവത്തിന് വേണ്ടി ഇത്രയധികം നിന്നിട്ട് കർത്താവേ എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ കയ്പ്? നമുക്കറിയാം ലാസറിന്റെ ചരിത്രം നമുക്കറിയാം. യേശു ആ ഭവനത്തിലുണ്ട്, ലാസറും മാർത്തയും മറിയയും. ആ ഭവനത്തിൽ യേശു പലപ്പോഴും വിശ്രമിക്കുന്ന ഭവനമാ. യേശു പലപ്പോഴും അവരോട് ഒരുമിച്ച് സന്തോഷിക്കുകയും അവരോട് ഒരുമിച്ച് ഒത്തിരി ഒത്തിരി സമയങ്ങൾ ചെലവഴിക്കുക. എന്നാൽ ആ കുടുംബത്തിന്റെ അകത്തേക്ക് ഒരു കയ്പിന്റെ അനുഭവം കടന്നു വന്നില്ലേ? ലാസർ ദീനമായി അവിടെ തീർന്നോ? ലാസർ മരിച്ചുപോയി. ഇന്ന് രാത്രി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, കർത്താവേ എന്തുകൊണ്ട് ഞാൻ ഇത്രയധികം ദൈവത്തെ സ്നേഹിച്ചിട്ടോ, ദൈവത്തോട് കൂടെ നടന്നിട്ടോ, ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടോ ലോകത്തിന്റെ മോഹങ്ങളിൽ ഒന്നും നടക്കാതെ എന്റെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഇത്രയധികം ദൈവത്തോട് കൂടെ നടന്നിട്ടും എന്തുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ ഈ ശോധന വെളിപ്പെടുന്നു? ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയരാറുണ്ട്. ഞാൻ ഓർക്കുന്നു, എനിക്കൊരു സ്നേഹിതനുണ്ട്, ഫ്രെഡി. അദ്ദേഹം ഇവിടെ അലയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ജോലി, എൻ്റെ വേറെ ഒരു കമ്പനി ജോലി ചെയ്യുന്ന പുള്ളിയാ. അദ്ദേഹം എൻ്റെ വീട് നിലമ്പൂർ, എൻ്റെ സ്വദേശത്ത് തന്നെ അദ്ദേഹത്തെ പാർക്കുന്നേ. അപ്പം നല്ല വിശ്വാസത്തിന് വേണ്ടിയൊക്കെ ഭയങ്കര ഒരു വിശുദ്ധിക്കും വേർപാടിനും ഉപദേശങ്ങൾക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്ന നല്ല ചുറുചുറുപ്പുള്ള ഒരു നല്ല ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പേ അവരുടെ സഭയിൽ കുറച്ച് ന്യൂ ജനറേഷൻ ആൾക്കാർ കടന്നു വന്ന് അവർ ഒരു വിഭാഗം ആൾക്കാർ ഈ ഉന്ത് വീഴ്ത്തും, തള്ളി വീഴ്ത്തും, അങ്ങനെയുള്ള ടവല് എറിയുന്നു, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. ഒരു ടീം അങ്ങനെയൊക്കെ അതിലൊക്കെ അങ്ങനെയുള്ളവരെ വിളിക്കുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ സഭയ്ക്കകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ എല്ലാവരും ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞു, ഇത് ശരിയല്ല, തെറ്റാണ്. എഴുന്നേറ്റ് അങ്ങ് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു. ഞാൻ ചിന്തിക്കുക, ആ ബാച്ചിലറായ അദ്ദേഹത്തിന് അവിടെ ഒതുങ്ങി പോയാൽ മതി. അവിടെ എത്രയോ സീനിയറായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവർക്കാർക്കും പറയാനില്ലാത്തൊരു ചങ്കൂറ്റം അദ്ദേഹത്തിന് വെളിപ്പെട്ടു. അദ്ദേഹം എഴുതിട്ട് പറഞ്ഞു, ഇതൊക്കെ തെറ്റ. പലപ്പോഴും എല്ലാ അദ്ദേഹത്തിന് ശനി ഞായറും അവധി. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ അടുത്ത് വരും, ഞങ്ങൾ ഇവിടെ ഇരിക്കും, കുറെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുക, അപ്പൊ നമുക്കൊരു പ്രത്യേക ധൈര്യവും പവറൊക്കെയാ. ഇതിനകത്ത് ഞാൻ പറയട്ടെ, എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അവരെയൊക്കെ നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ നമ്മൾ വിട്ടുകളയല്ലേ. നല്ല നമ്മെ ഉണർത്തുന്ന, നമ്മെ ആത്മീയമായി ധൈര്യപ്പെടുത്തുന്ന, നമുക്ക് ശക്തമേറിയ ദൂതുകളോ അതുപോലെ ആലോചനകളൊക്കെ പറഞ്ഞ് നമ്മളെ നേർവഴിയിലൂടെ നടക്കുന്ന ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയല്ലേ. അവരെ കൂടെ പിടിച്ചേക്കണം. പിടിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നതിന്റെ കാരണം ആ പുള്ളിയുടെയൊക്കെ ചില വാക്കുകളോ അതൊക്കെ എൻ്റെ അകത്തെ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞൊരു കാരണം എന്താണെന്ന് അറിയുമോ? അദ്ദേഹം കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതി ഇവിടെ വെക്കേഷൻ നാട്ടിൽ കടന്നു പോയി. അദ്ദേഹം 2 കൊച്ചു വയതിൽ, മൂത്ത വയതിൽ 3-ൽ 4 പഠിക്കുന്നു, ചെറിയ കൊച്ചു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ ലീലാമാൻഡിയുടെ ഒക്കെ മുഖച്ഛായ കാണുന്ന ഫ്രെഡിച്ചാന്റെ അമ്മയുടെയൊക്കെ മുഖച്ഛായ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നേ. അപ്പം അദ്ദേഹം കഴിഞ്ഞ മാസം മെയ് മാസം 17 നാട്ടിൽ കടന്നുപോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ അവിടെ ഒരു ജംഗ്ഷനിൽ നിന്ന് സ്കൂട്ടിയിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു ഇനോവ വണ്ടി വന്നിട്ട് അവരെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ 4 വാരിയെല്ല് പൊട്ടി, അദ്ദേഹത്തിന്റെ ഷോൾഡറിന്റെ എല്ല് പൊട്ടി, മൂക്കിന്റെ എല്ല് പൊട്ടി, അദ്ദേഹത്തിന്റെ തലയും പൊട്ടി. അപ്പം അതവിടെ നിൽക്കട്ടെ, അത് പിന്നെയും അത് അങ്ങനെ പ്രശ്നമില്ല, എന്താ പറയാ. അതിനെക്കാട്ടി വേദനാജനകമായ അദ്ദേഹത്തിന്റെ വൈഫിന്റെ കാലിന്റെ മുട്ടിന്റെ താഴെ ആ മാംസം മുഴുവനും അങ്ങോട്ട് ചെതറിയിട്ട് ഒരു പോസ്റ്റെ കൊണ്ടെങ്കിൽ ഇടിച്ചു തെറിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ എല്ലും പൊടിഞ്ഞ് നമ്മുടെ കോഴിക്കോട് ആശർ മിംസിലായിരുന്നു. അത് എത്ര 10-15 ലക്ഷം രൂപ മുടക്കി ആദ്യം പ്ലാസ്റ്റിക് സർജറി തൊടേന്ന് ഇറച്ചിയെടുത്ത് അങ്ങോട്ട് വെച്ചു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ എല്ലിന് വേണ്ടി വേറെ ഓപ്പറേഷൻ. എത്രയോ ഓപ്പറേഷനുകൾ ചെയ്തറിയാം. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പൈസയൊക്കെ പിരിച്ചെല്ലാം ഞങ്ങളും സഹായിച്ചു, എല്ലാവരും കൂടി ചർച്ചുകാരെല്ലാം സഹായിച്ചു. ഞാൻ പറഞ്ഞു, അത്രയധികം നിരവധി എനിക്ക് അത് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ നാട്ടിൽ പോയി കാണാൻ പോയത്. ഇന്നും ആ പുള്ളിക്ക് ആ സഹോദരി ഇന്നും എഴുന്നേറ്റ് നടക്കത്തില്ല. ഇന്നും ആ കിടപ്പ. എല്ലാ ദിവസവും വേദന തിന്നു വല്ലാത്തൊരു പരുവമാ. കഴിഞ്ഞ ആഴ്ച വീണ്ടും എല്ലാം ഒന്ന് മാറി വരുന്നൊക്കെ ചിന്തിച്ചപ്പോ വീണ്ടും അത് ഇൻഫെക്ഷൻ ആയിട്ട് വീണ്ടും
അടുത്തൊരു ഓപ്പറേഷൻ വിധേയമാകേണ്ടി വന്നു. അതുപോരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അമ്മ പെട്ടെന്ന് കണ്ണിന്റെ 2 കാഴ്ചയും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് പോയി. കാഴ്ച പോയിട്ട് ഡോക്ടറെ കണ്ടു. അപ്പൊ ഒരു ഇഞ്ചക്ഷന് 18,000 രൂപ ഒരു ഇഞ്ചക്ഷന്. അപ്പൊ എല്ലാ മാസവും 2 ആഴ്ച കൂടുമ്പോൾ മാസത്തിൽ ഒന്നാറ്റെ ഒരു ഇഞ്ചക്ഷൻ, ഓരോ 3-4 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. അപ്പൊ ഞാൻ ഒരു ഇഞ്ചക്ഷന് 18,000 രൂപയാ. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്താ ഇത്രയും അധികം ശോധനകൾ വെളിപ്പെട്ടെ? ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? അപ്പൊ ഇങ്ങനെ പ്രതിസന്ധികൾ നിരവധി ഓരോന്ന് വന്നുകൊണ്ടിരുന്നപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ സൂമില് നമ്മുടെ ബോട്ട് ടീമിൽ പ്രിയ സഹോദരനെ വിളിച്ചു. വിളിച്ച വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രശ്നമില്ല, അദ്ദേഹത്തിന്റെ വൈഫിന്റെ വേദന ഓർക്കും, പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ്. അദ്ദേഹത്തിന് പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോവുകയാണ്. എങ്കിലും വൈഫ് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ എന്ന് രാത്രി വേദന തിന്ന് കിടന്നുറങ്ങുന്ന അനുഭവമോ. അപ്പൊ ഞാൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാനിടയായി തീർന്നു, ലിജോ ഇതെല്ലാം നന്മയ്ക്കാ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം എന്തെന്നറിയുമോ, അദ്ദേഹത്തിന്റെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 വയസ്സുള്ള കുഞ്ഞിനെ ആ നെഞ്ചോട് ചേർത്ത് വെച്ച് അദ്ദേഹം പാടി, ദുഃഖത്തിന്റെ പാനപാത്രം ഒന്നിച്ച് ആ പൈതലും കൂടെ ചേർന്ന് പാടി, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എന്റെ കയ്യിൽ തന്നാലോ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങൂ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. അദ്ദേഹം ആ കൊച്ചിനോട് നെഞ്ചോട് ചേർത്ത് വെച്ച് അത് പാടിയത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തെ സേവിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലെ ശോധന എന്തിനു വേണ്ടിയാ? നീ മൂർച്ചയുള്ള ഒരു ആയുധമായി പുറത്തു വരേണ്ടതിനാ. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് ഇത്ര ശോധനകൾ വന്നിട്ടു, നിരവധി പ്രതിസന്ധികൾ വന്നിട്ടു, അദ്ദേഹം ക്ഷീണിച്ചു പോയില്ല. അദ്ദേഹത്തിന്റെ അകത്തുള്ളവരിൽ ഒരു ആത്മിക തുടിപ്പ് ഞാൻ കണ്ടു, അകത്തൊരു ആത്മിക തീ കത്തുന്നത് കണ്ടു. ഇന്ന് രാത്രി ഞാൻ പറയാ, ദൈവത്തെ വിശ്വസതയോടെ സേവിക്കുന്ന ഭക്ത, നിന്റെ ജീവിതത്തിലെ ശോധനയുടെ നടുവിൽ നീ അകത്തൊരാളി കത്തുന്ന അനുഭവം വെളിപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന നിന്റെ ജീവിതത്തിലെ ശോധന തകർത്ത് കളയാൻ വേണ്ടിയല്ല, നീ മൂർച്ചയുള്ള ഒരു ആയുധമായി അധികം ശോഭിക്കുന്ന ഒരു ശക്തനായി പുറത്തു വരുവാൻ. എന്റെ പുറസെഴുതിയില്ലേ, എന്റെ പുറമെ ഉള്ളവൻ ക്ഷയിച്ചു പോയാലോ എന്റെ അകമേ ഒരുവനുണ്ട്, അവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു കൊണ്ടേയിരിക്കൂ. എന്റെ പുറമെ ക്ഷയിച്ചാലോ, അടിയേറ്റാലും ഉപദ്രവമേറ്റാലോ, നിന്ദകൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലോ, കടഭാരമാണെങ്കിൽ, രോഗമാണെങ്കിലോ, സാമ്പത്തിക ഞെരുക്കമാണെങ്കിലോ, നാളെ എങ്ങനെയായി തീരുമെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് തകർന്നിരിക്കേണ്ട അനുഭവമാണെങ്കിലോ, ഇന്ന് രാത്രി പുറമെ ക്ഷയിച്ചു പോയാലോ അകത്തൊരുവരുണ്ട്, അവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കൂ. ഒരു ശോധനയ്ക്കും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുന്നതാര്? കഷ്ടമോ നഷ്ടമോ ഉപദ്രവമോ ആപത്തോ പട്ടിണിയോ വാളോ ഉയരത്തിനുള്ളതോ താഴ്ചയിലുള്ളതോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇവയ്ക്കൊന്നും ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവിടാൻ കഴിയത്തില്ല. കാരണം എന്നെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിൽ നിന്നൊക്കെ ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ഭക്ത, നിന്റെ ജീവിതത്തിലെ ശോധന തകർത്ത് കളയാൻ വേണ്ടിയല്ല, അധികം ശോഭയോടെ നീ ഒന്നുകൂടെ പുറത്തു വരേണ്ടതിന്. ശൂന്യതയുടെ പടകിന്റെ അകന്തുവിന് വേണ്ടിയാ. നോക്കേ, പത്രോസിന്റെ പടകിൽ ശൂന്യതയാ. എന്തിനു വേണ്ടി ശൂന്യതയുടെ പടക്? ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടോ ആ പടകിൽ അവന്റെ വലയ്ക്കകത്ത് ഒരു ഊപ്പമീൻ പോലും കയറിയില്ല. ആ തടാകത്തിൽ മീൻ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെന്ന്. ആ ശോധന എന്തിനു വേണ്ടിയാ? അതിനപ്പുറം ചിലതവലൂടെ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാ നിന്റെ ജീവിതത്തിലുടനീള ശോധനകൾ ഓരോന്നോരോന്ന് കൊണ്ടിട്ട് നിന്നെ പണിത് ഒരു പൊന്നാക്കി നിന്നെ മാറ്റുന്ന എന്തിനു വേണ്ടിയാ? നീ അധികം ഫലമുള്ളതായി തീരുവാൻ, അധികം പ്രയോജനപ്പെടുന്ന ദൈവരാജ്യത്തിന് വേണ്ടി ശോഭിക്കുന്ന ഒരു നല്ല തിളങ്ങുന്ന മുത്തായി തീരുവാൻ എന്റെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി അധികം ഫലം കായ്പാൻ ഇന്നുള്ള ശോധന കണ്ടുകൊണ്ട്, ഇന്നുള്ള വേദന കണ്ടുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകല്ലേ. നീ നാളത്തേക്ക് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദൈവ പ്രവൃത്തി അകത്ത് കാണുവാനുള്ള ഒരു കൃപയകത്ത് വെളിപ്പോട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും നിരാശയോടെ ഭാരത്തോടെ ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പോടെ പറയാ, നിന്റെ ജീവിതത്തിൽ ഇത്രയധികം എന്റെ അപ്പനോട് ചേർന്ന് ജീവിച്ചിട്ടു, എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിൽ മാത്രം ഇത് എന്നെ പോലെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അനേകരും എന്റെ ചുറ്റിനുമുണ്ട്. അവർക്കൊന്നും ശോധനയില്ല, അവർക്കൊന്നും വേദനയില്ല, അവരിന്നും സന്തോഷത്തോടെ സമൃദ്ധിയോടെ ഉല്ലാസത്തോടെ ജീവിച്ചു
അനുഭവിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ മാത്രോ അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, എല്ലാം വിട്ട്, പാരമ്പര്യം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടോ? ഇന്നും എന്തുകൊണ്ടാ? ഇന്ന് രാത്രി നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്. ഇന്ന് രാത്രി ആർക്കും വേണ്ടാത്തതിന്, പാഴായതിന്, ശൂന്യമായതിന് എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. പലരും പറയാറില്ലേ, നീ പ്രയോജനമില്ലാത്തതാ, നീ പാഴാ, നിന്നെ കൊണ്ട് പ്രയോജനമില്ല. എന്നാൽ ഇന്ന് രാത്രി നോക്കിയേ, ഉൽപ്പത്തിയിലേക്ക് വരുമ്പോൾ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി എങ്ങനെയാ? ഭൂമി പാഴും ശൂന്യമായിരുന്നു, പാഴായിരുന്നു, ശൂന്യമായിരുന്നു. എന്ന പാഴെന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനമില്ലാത്തത്, ഒരു വിത്തിട്ട പോലും മുളയ്ക്കാത്ത പാഴായത്. എന്താ? ശൂന്യം, വട്ടപൂജ്യോ, ഒരു പ്രയോജനമില്ലാത്തതാ. എന്നാൽ പാഴായതിന്റെ മേൽ, ശൂന്യമായ ഭൂമിയുടെ മേൽ എന്റെ ദൈവത്തിന്റെ കരമൊന്ന് ചലിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടാകട്ടെ എന്ന വാക്കിൽ പ്രപഞ്ചം ഉരുവായി. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, സകല വൃക്ഷങ്ങൾ, മത്സ്യങ്ങൾ, സകല ജീവജാലങ്ങൾ പാഴായതിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ കരമൊന്ന് വെളിപ്പെട്ടപ്പോൾ, അതിന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി പാഴെന്ന്, ശൂന്യമെന്നോ ലോകമെണ്ണിയ നിന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ അദൃശ്യകരം ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണാത്ത വിധം, ഇന്ന് കണ്ട ചെങ്കടൽ, ഇന്ന് എന്റെ മുമ്പിൽ ചെങ്കടൽ എത്ര പ്രതികൂലമായി നിന്നാലോ, നിന്നെ വിഴുങ്ങേണ്ടത് അലറി അടുക്കുന്ന സിംഹത്തെ പോലെ ചെങ്കടൽ നിന്റെ മുമ്പിൽ നിന്നാലോ, ഇന്ന് രാത്രി ആ ചെങ്കടലെ തകർത്ത് നിന്നെ മറുകര എത്തിച്ച് നിന്നെ കൊണ്ട് ചെയ്തെടുക്കേണ്ട വാഗ്ദത്തം നിവർത്തിക്കുന്ന മഹാദൈവത്തിന്റെ അദൃശ്യകരോ ഇന്ന് രാത്രിയിലൂടെ ചലിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അനേക നാളുകളെ പാഴ് നീ പ്രയോജനമില്ലെന്ന് അനേകർ നിന്നെ നോക്കി പറയുമ്പോൾ, എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നീ പാഴല്ല, നീ ശൂന്യമല്ല, നീ ഇല്ലാതായി പോകേണ്ടവനല്ല. നീ പുറത്തു വരണോ, അത് വിദൂരമല്ല, അധികം താമസമില്ല. എന്റെ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം ദൈവം നിന്നോട് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി വിധേയപ്പെടുക. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരിക. അതുകൊണ്ട് ശോധനകൾ വരുമ്പോൾ അധികം പൊന്നായി മാറേണ്ടതിനാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതേ തന്നിട്ടുള്ളൂ. സഹിക്കുവാൻ കഴിയുന്നതിനെ അപ്പുറം ഒന്നും തന്നിട്ടില്ല. ഇന്ന് രാത്രി എത്ര ശോധനകൾ ജീവിതത്തിൽ വന്നാലോ നിനക്ക് സഹിക്കുവാൻ കഴിയുന്നത് മാത്രമേ എന്റെ അപ്പം തന്നിട്ടുള്ളൂ. മറന്നു പോകല്ലേ. ഞാൻ ഓർക്കുന്നു, എന്റെ കൂടെ +2 വരെ പഠിച്ചൊരു സ്നേഹിതനുണ്ട്. ഒരു മുസ്ലിം സ്നേഹിതനാ, ഒരു സജീർ എന്ന് പറഞ്ഞ പയ്യൻ. അദ്ദേഹം 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഒരു വർഷം ഞങ്ങൾ, എന്റെ ഒറ്റ സ്നേഹിതനാ, നിരാശയും വേദനയോടൊക്കെ ഞങ്ങൾ കടന്നുപോയി. ഒരു വർഷം തീർന്നു. ഒരു ദിവസം +2 പഠിക്കുന്ന സമയത്ത് ഞാൻ കത്തോലിക്ക പള്ളി വന്നായിരിക്കുന്നത്. അപ്പൊ കത്തോലിക്ക പള്ളി ഞങ്ങളുടെ പള്ളി കുർബാന കഴിഞ്ഞു, സൺഡേ സ്കൂൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പാലത്തിന്റെ താഴെ എന്റെ സ്റ്റോപ്പ്, ഞങ്ങൾ ഇറങ്ങുന്നത്. പാലത്തെ വന്നപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. ഞങ്ങൾ വിചാരിച്ചു, ദൈവം എന്താ, ആരോ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അതാണ് പാലത്തിലും താഴെ എല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ആരോ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അടുത്ത താഴെ സ്റ്റോപ്പിൽ ഇറങ്ങി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴേ കേട്ടെ, എന്റെ ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സജീറും, അവര് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ സഹോദരനുണ്ട്, ഷെബിൻ. നല്ല സുന്ദരന്മാരെ, വെളുത്ത് തുടുത്ത സുന്ദരന്മാർ, 2 ആൺപൈതങ്ങളാ. ഈ രണ്ടുപേരും കൂടെ ഉച്ചയ്ക്ക് പുഴ മീൻ പിടിക്കാൻ പോയതാ. ഈ ചെറിയവൻ ആ ഒരു കാല് തെറ്റി വെള്ളത്തിൽ വീണു. ഇവനെ രക്ഷിക്കാൻ വേണ്ടി മൂത്തവൻ ഇറങ്ങി. 2 പേരും ചാലിയാറിലങ്ങ് അമർന്നു പോയി. 2 പേരും, എന്റെ പ്രിയ സഹോദരങ്ങളെ, 2 പേരും മരിച്ചു. അന്ന് രാത്രി അവിടെ ഹോസ്പിറ്റലൊക്കെ പോയി, ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ ഒരു 10 മണിയായപ്പോൾ ആ ഡെഡ് ബോഡി 2 വീട്ടിൽ വന്നു. ഞങ്ങൾ അവിടെ ഡെഡ് ബോഡി കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, 2 ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഒരു ജീവശവമായിരിക്കുന്ന ഒരു മാതാവിനെ കണ്ടു. എന്റെ മരണം വരെ ആ മാതാവിന്റെ മുഖം ഞാൻ മറക്കത്തില്ല. മുഖത്ത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആൺപൈതങ്ങൾ നഷ്ടപ്പെട്ടു, സുന്ദരന്മാരെ ആൺപൈതങ്ങൾ 2 പേരും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ആശ അറ്റുപോയി, എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ ഒരു മാതാവിന്റെ മുഖം ഞാൻ കണ്ടു. എന്നാൽ ഇന്ന് രാത്രി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു അനർത്ഥം നിങ്ങളുടെ ചങ്കിനു നേരെ വന്നിരുന്നെങ്കിൽ എത്ര പേർക്ക് സഹിക്കുവാൻ കഴിയോ? നിന്റെ ചങ്കിന് നേരെ ഇതുപോലെ ഒരനർത്ഥം വന്നിരുന്നുവെങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ലേ, സ്നാനപ്പെട്ടവരല്ലേ, കർത്താവിനുണ്ട് അധികം
ദൈവത്തിലേക്ക് ശോഭിക്കുന്നവരല്ലേ. എന്നാൽ ഇതുപോലെ ഒരു അനർത്ഥം വന്നിരുന്നെങ്കിൽ സഹിക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രി നിനക്ക് സഹിക്കുവാൻ കഴിയാത്തതിന് എന്റെ ദൈവം തന്നിട്ടില്ല സഹോദരാ സഹോദരി. ഇന്ന് രാത്രി കർത്താവേ, എന്താ കർത്താവ് എന്റെ ജീവിതത്തിൽ മാത്രം ഇതുപോലെ കയ്പിന്റെ അനുഭവം എന്ന് ചിന്തിച്ചുകൊണ്ട് നീ ആകുലപ്പെടുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവിന് പറയുവാനുള്ള സന്ദേശം, നിനക്ക് സഹിക്കാൻ കഴിയാത്തതിന് ഞാൻ നിനക്ക് തന്നിട്ടില്ല. നിനക്ക് സഹിക്കാൻ കഴിയുന്നത് മാത്രമേ എന്റെ അപ്പൻ തന്നിട്ടുള്ളൂ. ഇന്ന് രാത്രി അധികമായി അവൻ തരികയില്ല. കാരണം അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കാത്ത ദൈവമോ. നീ സങ്കടപ്പെടുന്നത് ഒരിക്കലും അവൻ ഒരിക്കലും അത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. എന്തിനു വേണ്ടി പിന്നെ ശോധന തരുന്നത്? അധികം പൊന്നായി മാറേണ്ടതിന് മാത്രമാ. അതുകൊണ്ട് ശോധന കണ്ട് നിരാശപ്പെടുകയല്ല. അതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് 400 വർഷം ഇസ്രായേലിലെ അടിമകളെ പോലെ നരകിക്കുമ്പോഴോ എന്റെ ദൈവം മറന്നു കളഞ്ഞില്ല. അവർക്ക് വേണ്ടി ദൈവം ഒരു മോശ ഒരുക്കി. അനേക ആൺപൈതങ്ങളെ ഫറവോൻ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുമ്പോൾ നോക്കിയേ, ആ പൈതങ്ങളെ, ആ ജനത്തെ വിടിവിപ്പാൻ ദൈവം ഒരുക്കിയവനെ ഞാങ്ങണക്കകത്ത് പെട്ടിക്കകത്ത് കയറ്റിയിട്ട് കൊട്ടാരത്തിന്റെ അകത്ത് കൊണ്ടുപോയി പാർപ്പിച്ച് എന്റെ ദൈവം ഒരുക്കി സമയമായപ്പോ അവിടെ കൊണ്ടുപോയി അവരെ വിടിവിച്ച് കൊണ്ടുവരത്തക്കവണ്ണോ എന്റെ ദൈവം കാര്യങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ കണ്ട് മറന്നു കളഞ്ഞിട്ടില്ല. എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിലുണ്ട്. നീ പലപ്പോഴും പറയാറില്ലേ, എന്റെ ദൈവം എന്നെ മറന്നു, എന്റെ ദൈവം എന്നെ കാണുന്നില്ല, എന്റെ സങ്കടം കാണുന്നില്ല, എന്റെ വേദന അറിയുന്നില്ല എന്ന് ചിന്തിക്കല്ലേ. നീ ചിന്തിക്കുന്നതിന് മുന്നവേ എന്റെ ദൈവം കാണുന്നുണ്ട്. നിനക്ക് വേണ്ടി ചില പദ്ധതികൾ ദൈവം ഒരുക്കുന്നുണ്ട്. സമയമാകുമ്പോൾ അവൻ വെളിപ്പെടൂ. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ റൂട്ടിലേക്ക് നീ കടന്നു വരുന്ന ദിവസം വിദൂരമല്ല. അധിക താമസമില്ല. നീ ആ ദൈവ പ്രവൃത്തിയിലെ കാലുകൾ വെക്കുമെന്നേ. അതുകൊണ്ട് ഇന്ന് രാത്രി അധ്യായത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുക. അപ്പം ജീവിതത്തിൽ ശോധന ക്ഷാമം വെളിപ്പെടുന്ന 2 കാരണങ്ങൾ. ഒന്ന്, ദൈവത്തെ മറക്കുമ്പോൾ നാം ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് ദൈവക്ഷാമം ജീവിതത്തിൽ വെളിപ്പെടുത്തും. 2, ക്ഷാമം ജീവിതത്തിൽ വെളിപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നറിയുമോ? അധികം പൊന്നായി പുറത്തു വരേണ്ടതിന്, അധികം ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു അളവിൽ നീ കയറി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, അധികമായി കർത്താവിന് ശോഭിക്കുന്നവനായി പുറത്തു വരേണ്ടതിന് വേണ്ടി എന്റെ ദൈവക്ഷാമത്തെ വെളിപ്പെടും. അപ്പൊ നമുക്കത് എങ്ങനെയാ മനസ്സിലാകുന്നേ? എങ്ങനെ മനസ്സിലാകൂ? ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് രാത്രി നീ ദൈവത്തെ ആഴമായി സ്നേഹിച്ചിരുന്നിട്ടും നിന്റെ അകത്ത് പ്രതിസന്ധിയും പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും അറിയോ? നിങ്ങളുടെ അകത്ത് ഒരാത്മീക നിറവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമോ? ഒരാത്മീക തുടിപ്പ് വെളിപ്പെടും. പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലോ എന്തെല്ലാം വന്നാൽ ഈ കർത്താവിന്റെ പിന്നാലെ ഞാൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നുള്ള ഒരാഴമേറിയ അകത്തൊരു തീയുടെ വ്യാപാരം അത് അനുഭവിക്കാൻ കഴിയുമോ? മറ്റൊന്ന്, ദൈവത്തെ പ്രതിസന്ധി വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ പലപ്പോഴും പിറുപിറുക്കുന്നു. ഒരാത്മിക നിറവുമില്ല, ഉണർവുമില്ല. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ പല ലോകത്തിന്റെ പല മോഹങ്ങളിലും ബിസിയിലും ഓടി ഇങ്ങനെ പോകുന്നെങ്കിൽ അത് ഓർത്തോ, ആ ഒരു അനുഭവത്തിലാ ഇന്ന് രാത്രി ശോധനയുടെ നടുവിൽ നിന്റെ അകത്തൊരു ആത്മിക നിറവ് വെളിപ്പെടാത്ത അനുഭവത്തിലൂടെയാ ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായി ഞാൻ പറയാ, ഒരു മടങ്ങി വരവിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ. ദൈവം ആഗ്രഹിക്കുന്നത് നീ മടങ്ങി വരേണ്ടതിന് വേണ്ടിയാ. യോരിയുടെ പടകിനെ ദൈവം ഇളക്കിയത് എന്തിനു വേണ്ടിയാ? അതൊരു മടങ്ങി വരവിന് വേണ്ടിയാ. അവനെ ഏൽപ്പിച്ച ദൈവിക ദൗത്യത്തിലേക്ക് അവൻ കയറി ചെല്ലേണ്ടതിന് എന്റെ ദൈവ ശോധന അവന്റെ ജീവിതത്തിൽ ഇട്ടു. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ ശോധന വരുമ്പോൾ അവൻ പിന്മാറിപ്പോകത്തില്ല, അവൻ നിരാശപ്പെട്ടു പോകത്തില്ല. ഇയ്യോബിന്റെ അനുഭവം അവന്റെ അകത്ത് വരൂ. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലോ, ഭാര്യ വരെ പറഞ്ഞു ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചു കളക. സ്വന്തം ഭാര്യ പറയുമ്പോൾ, സഹോദരങ്ങൾ പറയുമ്പോൾ, എല്ലാവരും അവനെ വിട്ടുകളയുമ്പോഴോ എന്റെ ശരീരം മണ്ണോട് ചേർന്നാലോ ഞാൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയത്തില്ല, എന്റെ പ്രാണപ്രിയരെ തള്ളിപ്പറയത്തില്ലെന്നുള്ള ഒരു ഉറപ്പ് അവന്റെ ശരീരം ഓട്ടുകഷ്ണം കൊണ്ട് ചൊറിയുമ്പോഴോ വ്രണം ബാധിക്കുമ്പോഴോ അവന്റെ അകത്തേക്കൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അകത്ത് നിരാശയില്ല, ആകം ഒരു തീ കത്തിയൊരു അനുഭവമോ യോബിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയോ? ഇന്ന് രാത്രി നിങ്ങൾ ആ ഒരു അനുഭവത്തിലാണെങ്കിൽ ഇന്ന് രാത്രി അധികം താപസമില്ല. ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്തെടുക്കേണ്ട ആ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ കയറി വരുവാൻ പോകുകയാ ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ശോഭിപ്പണ്ടൊക്കെ വേണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പൊ നോക്കിയേ, ആ ദേശത്ത് വലിയൊരു ക്ഷാമം വെളിപ്പെടുകയാ. ക്ഷാമം വെളിപ്പെട്ടപ്പോ എന്ന് സംഭവിച്ചത് എന്താണെന്നറിയുമോ? അപ്പൊ അവിടുത്തെ
നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കി, രൂത്ത്, നവോമിയും തന്റെ തന്റെ ഭർത്താവും രണ്ട് ആൺപൈതങ്ങളും ഈ ക്ഷാമം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ബെത്ലഹേമിൽ അവർ താമസിച്ച ദേശത്ത് വലിയ ക്ഷാമം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തേ? ഇവർ എവിടേക്ക് ഓടിപ്പോയി? ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ വായിക്കാൻ കഴിയും, അവർ മോവാബ് ദേശത്തേക്ക് ഓടിപ്പോയി. എവിടേക്ക് ഓടിപ്പോയി? മോവാബിലേക്ക് ഓടിപ്പോയി. നമുക്കൊരു ക്ഷാമത്തിന്റെ കാരണം എന്താ? എന്നിട്ട് നിങ്ങൾ അവിടെ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ അവിടെ നിന്ന് അധികം സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ ഒന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ ക്ഷാമത്തിന്റെ കാരണം എന്താ? ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ദൈവജനം അകന്നു മാറി അന്യദേവന്മാരെ ആരാധിച്ച് അന്യദേവന്മാരുടെ പിന്നാലെ പോയപ്പോൾ ദൈവം ആ ദേശം ക്ഷാമത്തെ അയച്ചു. എന്തിനു വേണ്ടി അയച്ചത്? എന്തിനു വേണ്ടിയാ? ഇവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി ക്ഷാമത്തെ അയച്ചത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചേ? ഈ നവോമിയും തന്റെ ഭർത്താവും രണ്ട് ആൺപൈതങ്ങളും ഇവരെന്താ ചെയ്ത്? അവിടെ ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സില്ലാതെ അവർ മോവാബ് ദേശത്തേക്ക് ഓടിപ്പോകാനിടയായി തീർന്നു. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളെ, ഒരു മാനസാന്തരത്തിന് വേണ്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നിങ്ങളുടെ മേൽ അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, ഓടി മറയാൻ ശ്രമിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ആ അനർത്ഥം നിന്നെ വിട്ടുമാറത്തില്ലെന്ന്. എത്ര ഓടിയാലും എവിടെ വരെ ഓടിയാലോ ഇന്ന് രാത്രി നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ നീ അനുദപിച്ച് ദൈവസ്ഥാനത്തിൽ കരഞ്ഞ് കർത്താവിനോട് ചേർന്നേ മതിയാകത്തുള്ളൂ. നമുക്ക് അവിടെ വായിക്കുമ്പോൾ, അതിന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അറിയാം, അവർ മോവാബ് ദേശത്തേക്ക് പോയി. മോവാബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദണ്ഡിപ്പിച്ചവർ, അന്യദേവന്മാരെ ആരാധിച്ചവർ, വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയ ഒരു ദുശാഠ്യമുള്ള ദുർമാർഗത്തിൽ ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തിന് വിരോധമായി നിന്ന ഒരു ദേശമാണ് മോവാബ്യർ. ആ ദേശത്തേക്ക് ഓടിപ്പോയേ. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവിടെ വായിച്ച് താഴോട്ട് വരുമ്പോ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? ആ ദേശത്തേക്ക് അവർ പോയി ഓടി ഒളിച്ചു. ഇവിടെ ക്ഷാമം വെളിപ്പെട്ടപ്പോൾ അവിടെയുള്ള ജനം മുഴുവൻ അനുദപിച്ചു കരഞ്ഞു. ദൈവസ്ഥാനത്തിലേക്ക് അടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഒരു മനസ്സില്ലാതെ ഇവർ മോവാബിലേക്ക് ഓടിപ്പോയതുകൊണ്ട് സംഭവിച്ചത് എന്താ? അവളുടെ ഭർത്താവ് ലോകത്ത് മാറ്റപ്പെട്ടു. രണ്ട് ആൺപൈതങ്ങൾ മരിച്ചു. അത് മാത്രമോ, വിവാഹം കഴിച്ച് 10 വർഷം ആ പൈതങ്ങൾ ആ ഭാര്യയോട് ചേർന്നിരുന്നിട്ടു ഒരു തലമുറയെ കാണാൻ കഴിഞ്ഞില്ല. നോക്കി, നവോമിക്ക് എന്ത് സംഭവിച്ചു? ഒന്ന്, അവളുടെ ഭർത്താവ് മരിച്ചു. മോവാബിലേക്ക് ഓടിപ്പോയത് കൊണ്ട് ഒന്ന് ഭർത്താവ് നഷ്ടപ്പെട്ടു, രണ്ട് ആൺപൈതങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു തലമുറയെ ഒരു തലമുറയെ കാണാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചില്ല. ഒരു കൊച്ചുമകനെയോ കൊച്ചുമകളെ കാണുവാനുള്ള ഒരു ഭാഗ്യം പോലും ലഭിച്ചില്ല. എത്ര വേദനാജനകമായ അനുഭവം! ഞാൻ പറഞ്ഞതിനെ കാരണം, നാം എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലോ ഇന്ന് രാത്രി ചില അനർത്ഥങ്ങൾ, ചില ശോധനകൾ ദൈവം തരുമ്പോൾ അതിനെ മറികടക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര ഓടിയാലും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യമാകത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ അവന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തുവാ. എന്റെ അപ്പാ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ കുറവുള്ളവരാണെന്ന് അനുദപിച്ച് കരയുന്നവയല്ലാതെ മറ്റൊരു വഴിയില്ല. ഇന്ന് രാത്രി നീ ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ നിന്നെ ശോധന വിട്ടു മാറുകയില്ല. നമുക്ക് ദാവീദിന്റെ ചരിത്രം നമുക്കറിയത്തില്ലേ? ദാവീദ് പാപം ചെയ്തു എന്ന് നോക്കിയേ. നാഥാൻ പ്രവാചകൻ ദാവീദിന് മുമ്പിൽ പോയി നീയാണ് ആ പാപി എന്ന് വിരൽ ചൂണ്ടി പറയുമ്പോൾ ദാവീദ് എന്താ ചെയ്തേ? 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതി, നെടുമ്പാട് ദൈവസ്ഥലേക്ക് വീണു, എന്റെ അകൃത്യം ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു പോയി, നിനക്ക് അനിഷ്ടമായത് ചെയ്തിരിക്കുന്നു. നിർമ്മലമായ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ദൈവസ്ഥൻ നെടുമ്പാട് വീണങ്ങ് കരഞ്ഞു, അനുദപിച്ചു. ഇന്ന് രാത്രി നോക്കിയേ, അതുകൊണ്ട് അവന്റെ പാപം ക്ഷമിച്ചു കിട്ടി. ഇന്ന് രാത്രിയിലും പ്രിയ സഹോദരങ്ങളെ, എവിടെ ഓടി ഒളിക്കാൻ നീ ശ്രമിച്ചാലോ രക്ഷപ്പെടത്തില്ലെന്ന് ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അകത്താരോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ആരും അറിയാത്ത രഹസ്യങ്ങൾ ഇന്ന് രാത്രി ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന പൈശാചിക മേഖലകളില്ലേ, ചിന്താ മണ്ഡലങ്ങൾ, നിന്റെ വിചാരങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലത്തെ ഇന്ന് രാത്രി അത് അകത്തിരിക്കുന്നിടത്തോളം കാലോ നിങ്ങൾ എവിടെയെല്ലാം ഓടിയാലോ അതിനെ എത്ര മറയിട്ട് മറയ്ക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു കൊടുങ്കാറ്റിന്റെ അനുഭവമോ ഒരു ശോധനയുടെ അനുഭവങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി കർത്താവേ എന്ന് നിലവിളിച്ചുകൊണ്ട് അനുദപിച്ച് എന്റെ അപ്പച്ചാ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് അനുതാപത്തോട് കരയുന്ന മനസ്സ് നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി അവന്റെ രക്തത്താൽ അവനെ കഴുകി ശുദ്ധീകരിച്ച് അധികം പ്രയോജനപ്പെടുന്ന ഒരു പൊന്നാക്കി ദൈവം നിന്നെ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വിധേയപ്പെടുവാൻ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു?
മറ്റൊരു വഴിയില്ല പ്രിയ സഹോദരങ്ങളെ. നമ്മൾ എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും രക്ഷപ്പെടത്തില്ലെന്ന്. അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവരെ മറഞ്ഞിട്ട് ആ കണ്ണിനെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി മടങ്ങി വരികയല്ലാതെ. അതുകൊണ്ട് ദൈവസ്ഥനിലേക്ക് മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. നോക്കി, ആ കുടുംബം അവരെ മോവാബിലേക്ക് പോയി ആ ദേശത്ത് പാർത്ത്. പക്ഷേ അവിടെ അവർക്കൊരു അഭിവൃദ്ധി ലഭിച്ചോ? ലഭിച്ചില്ല. സങ്കടങ്ങൾ മാത്രം, നിരാശകൾ മാത്രം. ഭർത്താവ് നഷ്ടപ്പെടുന്നു, നൊന്ത പ്രസവിച്ച 2 ആൺപൈതങ്ങൾ നഷ്ടപ്പെടുന്നു. നോക്കിയേ, ഒരു ശപിക്കപ്പെട്ട ഒരു മാതാവായി മാറിയില്ലേ നവോമി? ശപിക്കപ്പെട്ടവളായി മാറിയില്ലേ? നോക്കി, ശപിക്കപ്പെട്ട ആ മാതാവ് 2 മരുമക്കളും മാത്രം ശേഷിച്ചൊരു അനുഭവം. എത്രയോ വേദനാജനകമായ അനുഭവം. അവിടെ എല്ലാ സമ്പത്തും സമൃദ്ധിയെല്ലാം ഉണ്ടായ ഒരു കാലമുണ്ട്. പക്ഷേ അനുദപിക്കാൻ മനസ്സ് കാണിക്കാതെ ഓടിയത് കൊണ്ട് ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ട് തകർന്നു പോയൊരു അനുഭവം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് എന്നെ, ഇന്ന് രാത്രി ഞാൻ ഒരിക്കലും ഇന്നോട് ഇരിക്കേണ്ടവനല്ല. ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാനുള്ള ദൂത്, നിങ്ങൾ ഒരു അനുഗ്രഹത്തിന്റെ മെസ്സേജ് നൽകിയിട്ട് നിങ്ങളെ സൗഖ്യം തരും, ദൈവം വിടുവിക്കോ, നിങ്ങളോട് ദൂത് ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിലേക്ക് തിരിഞ്ഞാൽ ഒരു അനുഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാ, അനുഗ്രഹത്തിന്റെ പുറകിലല്ല മാനസാന്തരത്തിന്റെ പുറകിൽ അനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രി നീ അനുഗ്രഹത്തിന്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഇന്ന് അനുഗ്രഹത്തിന്റെ പുറകെ ഓടുകയാ. അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ ഈ അനുഗ്രഹം പോകാതിരിക്കാനുള്ളതിന് വേണ്ടിയുള്ള മാനസാന്തരമാ ഇന്ന് ലോകത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാപട്യം നിറഞ്ഞ മാനസാന്തരം. എന്റെ അനുഗ്രഹം, എന്റെ സമ്പത്ത്, എന്റെ പദവി, ഇതൊന്നും പോകാതിരിക്കേണ്ടത് കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവം. ഇന്ന് രാത്രി എന്റെ കർത്താവ് വക്രനോട് വക്രനായിരിക്കും, നീതിമാനോടവൻ നീതിമാനായിരിക്കും. അവൻ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവരാ. അവൻ അറിയാ, അവന്റെ ഹൃദയ വിചാരങ്ങളെ തൂക്കി നോക്കുന്നവരാ. അവൻ ശോധന ചെയ്ത് അറിയുന്നവരാ. നിന്റെ ഉദരത്തെ അറിയോ, നിന്റെ വിചാരങ്ങളെ അറിയോ. നീ സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെയും അവന്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ മറച്ച് നിനക്കൊന്നും ചെയ്യുവാൻ സാധ്യമാകത്തില്ല. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ പുറകെയുള്ള മാനസാന്തരം എന്റെ ദൈവത്തിന് ആവശ്യമില്ല. എന്നാൽ ഇന്ന് രാത്രി ഉറപ്പോടെ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാ, നീ മാനസാന്തരത്തിന് വേണ്ടി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിന് വേണ്ടി നീ ഓടേണ്ട, നിന്നെ തേടി വരൂ. നല്ല ഭണ്ഡാരമാകുന്ന ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കോ. അതുകൊണ്ട് എന്ത് തിന്നും, എന്ത് ഉടുക്കോ എന്ന് നീ വിചാരപ്പെടേണ്ട. അതിനെക്കുറിച്ച് കർത്താവ് വിചാരപ്പെടുന്നുണ്ട്. നീ വന്നാൽ മാത്രം മതി, തമ്പുരാനോട് ചേർന്നിരുന്നാൽ മാത്രം മതി. അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാകയോ. നിന്റെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുക. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. ആരും നിന്നെ കരുതിയില്ലെങ്കിലോ, ആരും നിന്നെ അറിയുന്നില്ലെങ്കിലോ, ഇന്ന് രാത്രി അപ്പൻ അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞില്ല, സഹോദരൻ അറിഞ്ഞില്ല, എന്റെ മക്കൾ എന്നെ അറിഞ്ഞില്ല എന്ന് വെച്ച് നീ ആകുലപ്പെടേണ്ട. നിന്നെ അറിയുന്ന ഒരു പിതാവുണ്ട്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. തായ് മറന്നാലും മറക്കാത്ത ആ നല്ല അപ്പൻ കൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി അതുകൊണ്ട് ആകുലപ്പെടണമെന്ന് നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മാനസാന്തരത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്താൽ മാത്രം മതി. വഴി ഒരുക്കുമവൻ ആഴികളിലെ പാട്ടുകൾ എഴുതിയില്ലേ, വഴി ഒരുക്കുമവൻ ആഴങ്ങളിൽ വലങ്കര പിടിച്ചവൻ നടക്കോ. നിനക്കാടി വഴി ഒരുക്കുവാൻ ചെങ്കടലിനെ പിളർന്ന് അതിന്റെ ഉണങ്ങിയ നിലത്തൂടെ മറുകര കടത്തുവാൻ കഴിവുള്ള ഒരു മഹാദൈവം നിന്റെ കൂടെ ഉള്ളപ്പോൾ എന്തിന് നിരാശപ്പെടണോ, എന്തിന് വേദന ആകുലപ്പെടേണ്ട ആവശ്യം എന്താ? ഇന്ന് രാത്രി അകത്താ ഒരു ചിന്ത ഭരിച്ചാൽ മതി. എന്റെ കൂടെ ഇസ്രായേലിന്റെ പരിപാലകരുണ്ട്. മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് അകത്ത് വെളിപ്പെടുമ്പോൾ ഉറപ്പായോ ദൈവം നമുക്ക് വേണ്ടി വഴി ഒരുക്കുമെന്ന്. ഇന്ന് രാത്രി നീ വഴിവെട്ടി പോകേണ്ട. ദൈവം തുറന്ന വഴിയാണെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുന്ന വഴിയായിരിക്കും. ഇന്ന് രാത്രി ആ വഴി നിലനിൽക്കുമെന്ന് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ 19ാമത്തെ വയസ്സിൽ മരുഭൂമിയിലേക്ക് വന്ന സാഹചര്യം കൊണ്ട് എത്രയോ ശോധനകളിലൂടെ കടന്നുപോയി. വഴി കഴിവോ ജ്ഞാനമൊന്നുമില്ലാതിട്ടു. ഇന്ന് രാത്രി കുടുംബമായി ദേശത്ത് മക്കളോട് വെച്ച് പാർക്കണമെങ്കിൽ എന്റെ കഴിവോ എന്റെ മിടുക്കോ യോഗ്യതയൊന്നുമല്ല. വഴി ഒരുക്കുവരാഴങ്ങളെ ഇന്ന് രാത്രി അനുഭവത്തോടെ ഞാൻ പറയാ, നിന്നാ മതി. ഇന്ന് രാത്രി നിന്റെ ചങ്ക് കർത്താവിനോട് കൊടുക്കാൻ മനസ്സുണ്ടോ? എന്റെ അപ്പൻ നിന്നെ ഉയർത്തുമെന്ന്, വഴി അവൻ ഒരുക്കുമെന്ന്, അവൻ വഴി വെട്ടി നിന്നെ പുറത്തു കൊണ്ടുവരൂ.
ഉടമ വൈഡമനെ അത്തരാരവ ശൗഡ രകനകടകസിയ. ദൈവാത്മാവ് ചില വഴികൾ തുറക്കട്ടെ കർത്താവേ. നിന്റെ മക്കൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരയുന്ന ചില ദൈവമക്കളുടെ ജീവിതത്തിന്റെ മേൽ ചില വഴികൾ ദൈവം തുറക്കട്ടെ കർത്താവേ. അനേക നാളുകളായി ഒരു പുതുവഴി കാണാതെ എന്റെ കർത്താവേ ആകുലപ്പെട്ട് നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ട് രാത്രികൾ തള്ളി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. ആ മനസ്സെനിക്കുന്ന നിന്റെ ഹൃദയം ഒന്ന് വിട്ടുതാ. ആ ചഞ്ചലപ്പെടുന്ന വിചാരപ്പെടുന്ന ആ ഭാരപ്പെടുന്ന ഹൃദയത്തെ ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുവാൻ മനസ്സ് വെക്ക്. ഞാൻ നിന്റെ പണിയും എങ്ങനെയാ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പാണ്ടത് ഞാൻ ഒരു നല്ല പാത്രമാക്കി നിന്നെ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നോക്കിയേ, എല്ലാം നഷ്ടപ്പെട്ടു. നവോമിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആൺപൈതങ്ങൾ നഷ്ടപ്പെട്ടു, ഒരു കൊച്ചുമക്കളെ കാണാനുള്ള ഭാഗ്യം പോലും ലഭിക്കാതെ എത്രയോ ശപിക്കപ്പെട്ടൊരു മാതാവ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആണ് ഈ നവോമി ഒരു വാർത്ത കേട്ടത്. എന്താ? തന്റെ സ്വന്തം ദേശത്തെ ക്ഷാമമെല്ലാം മാറി. അവർ ദൈവസഭയിൽ നിലവിളിച്ചു കരഞ്ഞു. അപ്പൊ അവിടെ ക്ഷാമം മാറി, അവർ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ ഓടി ഒളിച്ചവക്ക് എല്ലാം നഷ്ടപ്പെട്ട് പരാജയപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ എത്രയോ പേരെ കാണുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മളൊന്ന് മുമ്പ് നമ്മുടെ കണ്ണൊന്ന് ഉയർത്തി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയത്തില്ലേ? എത്രയോ പേർ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ തകർന്നു പോയ അനേകരെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? ഇന്ന് രാത്രി ആ ഒരു അനുഭവം ജീവിതത്തിൽ വരാതിരിക്കട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ തള്ളപ്പെടാതിരിക്കട്ടെ. ആ ദേശം ദൈവസ്ഥലം നിലവിളിച്ചപ്പോൾ എത്രയോ ആഴമായിട്ട് പറയുന്നേ, അവർ നിലവിളിച്ച് കരഞ്ഞപ്പോൾ ആ ദേശത്തെ മാറി, ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായത് അവളുടെ സ്വന്തം നാട്, സ്വന്തം ദേശമോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നുള്ള തിരിച്ചറിവ് വെളിപ്പെട്ടത് എപ്പോഴാ? എല്ലാം നഷ്ടപ്പെട്ട് തകർന്നവളായി അവിടെ കിടക്കുമ്പോഴാ. നമുക്കറിയാം ധൂർത്തപുത്രന്റെ ചരിത്രം നമുക്കറിയത്തില്ലേ? അപ്പന്റെ വീട്ടിൽ അവനായിരിക്കുമ്പോൾ അവനൊന്നിനും കുറവില്ല. അപ്പന്റെ വീട്ടിൽ ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, എല്ലാ ശ്രേഷ്ഠതകളുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് അപ്പന്റെ വീട്ടിൽ നിൽക്കുമ്പോഴാ അവനൊരു ആഗ്രഹം തോന്നി. എന്താ? ഇതിനെക്കാട്ടി സുഖമാണ്, അപ്പന്റെ വീടിനെക്കാട്ടി സുഖമാ ഈ ലോകത്തിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ അതാ സന്തോഷം എന്നൊക്കെ ചിന്തിച്ച് അവൻ അപ്പന്റെ അവനുള്ള സ്വത്തിന്റെ പകുതി വാങ്ങിയിട്ട് എവിടേക്ക് പോയി? അവൻ ദൂരദേശത്തേക്ക് പോയി. അപ്പന്റെ വീട്ടിൽ നിന്നപ്പോൾ അവൻ ഒന്നിനും കുറവില്ല, ഒന്നിനും ഒരു കുറവില്ല. അവൻ അപ്പനെ വിട്ട് അവന്റെ ഇഷ്ടത്തിനോടി ഒളിക്കാൻ ശ്രമിച്ചോ. അന്ന് തുടങ്ങിയവന്റെ കഷ്ടതകൾ ഓരോന്നോരോന്നായി സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ ജീവിതം നോക്കിയേ, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, പ്രാകൃതനായി എല്ലാം നഷ്ടപ്പെട്ട അനുഭവം നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളെ, അപ്പനോട് കൂടെയുള്ള ജീവിതമുണ്ടല്ലോ, അത് എത്രയോ സുന്ദരമാ. ഇന്ന് രാത്രി അനുഭവിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അതിലും വലിയൊരു ജീവിതമില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലോ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാ സമ്പത്തും പദവി എല്ലാം ഈ ലോകത്തുണ്ട്. പക്ഷേ അതെല്ലാം ഈ ലോകത്തിലുണ്ടെങ്കിലോ എന്റെ അപ്പനോട് ചേർന്ന് ജീവിക്കുന്നതിന് അത്ര ആ സന്തോഷമുണ്ടല്ലോ ഈ ലോകത്തിന് തരാൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഞാൻ എന്റെ സമാധാനത്തെ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല. ഈ ലോകം എത്ര സമാധാനം നൽകിയാലോ, ലോകം എത്ര സന്തോഷം നൽകിയാലോ നിലനിൽക്കത്തില്ല. ഒരു നാൾ കെട്ടുപോകൂ, ഒരു നാൾ നശിച്ചു പോകും. ഞാൻ തരുന്ന സമാധാനം എന്നേക്കും നിലനിൽക്കൂ. നിന്റെ കണ്ണുനീരിന്റെ നടുവിലോ, നിന്റെ ശോധനയുടെ നടുവിലോ കെട്ടുപോകുന്ന സമാധാനമല്ല ലോകം തരുന്ന സമാധാനം. നീ കണ്ണുനീരിന്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകൂ. ലോകം തരുന്ന സമാധാനം ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരട്ടെ, നഷ്ടപ്പെട്ടു പോകൂ. പ്രതികൂലം വരട്ടെ, ഉറ്റവരെല്ലാം വിട്ടേച്ചു പോകൂ. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്നാൽ എന്റെ അപ്പൻ തരുന്ന സമാധാനമുണ്ടല്ലോ, ഇനി ആരൊക്കെ തള്ളിക്കളഞ്ഞാലോ, നിന്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മക്കൾ വരെ തള്ളിക്കളയട്ടെ, ആര് കളഞ്ഞാലോ അത് അകത്തുനിന്ന് പോകത്തില്ലത്. അതാ എന്നേക്കും നിലനിൽക്കുന്ന ദൈവിക സമാധാനം. ദാവീദിന്റെ ചരിത്രം അറിയത്തില്ലേ? നോക്കി, സ്വന്തം മകനാകുന്ന അബ്ശാലോം വരെ എന്താ അപ്പനെ കൊല്ലേണ്ടതിന് വാളുവെടുത്ത് ഒരു പട്ടിയെ ഇട്ട് ഓടിക്കുന്നത് പോലെ അപ്പനെ ഓടിക്കുന്ന ഒരു ചരിത്രമുണ്ട്. എന്താ ഇത്രയാ ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോഴോ എന്താ ദാവീദേ നിന്റെ അകത്തൊരു സന്തോഷത്തിന്റെ കാരണോ, ആനന്ദത്തിന്റെ കാരണം എന്താ? അതെന്താണ്? അതാ അപ്പനോട് ചേർന്നിരിക്കുമ്പോഴുള്ള ഒരു സന്തോഷം. ആരൊക്കെ വിട്ടുപിരിഞ്ഞാലോ വിട്ടു പിരിയാതെ
എന്റെ കൂടെ ഉള്ളവർ കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥം ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്ന് പറ. ദൈവിക സമാധാനം, അതാണ് ദൈവം തരുന്ന സമാധാനം. അതെന്നേക്കും നിലനിൽക്കുന്ന ഒരു സമാധാനമാ. നോക്കിയേ, ഈ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോ നമുക്കറിയാം ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മായിമ്മ 2 മക്കളെയും ഇങ്ങ് വിളിക്കുക. ആരൊക്കെ? ഒന്ന് രൂത്തിനെയും ഒന്ന് ഓർപ്പ, 2 മരുമക്കളാ. 2 പേരെയും ഇങ്ങോട്ട് അടുക്ക വിളിച്ചിട്ട് പറയുക, ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഞാനൊരു ശപിക്കപ്പെട്ട മാതാവായി പോയി, എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്തു, നിങ്ങളുടെ പിതാക്കൻ നിങ്ങളുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങി പോയിക്കോ. മടങ്ങി പോകുക മാത്രമല്ല, പോയിട്ട് വീണ്ടൊരു കാര്യം പറയുക, നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചുകൊണ്ട്, ദേവന്മാരെ പ്രീതിപ്പെടുത്തി നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. ഇനി ഞാൻ എന്റെ സ്വന്തം ദേശത്തേക്ക് പോകുകയാ. ഇനി അവിടെ നാടിലും വീടില്ലെങ്കിലോ സ്ഥലമില്ലെങ്കിലും ആരുമില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ, അപ്പന്റെ സ്വന്തം നാടല്ലേ, അവിടെ ചെന്ന് പട്ടിണി കിടക്കേണ്ടി വരികയില്ല. ആ നാട്ടിൽ ഒരിക്കലും ക്ഷാമത്തിന് ഭംഗം വരികയില്ല. എന്തെങ്കിലുമൊക്കെ വഴി ദൈവം തുറന്നോളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുകയാ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തി നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓർപ്പ ചിന്തിച്ചു. ഓർപ്പ ഒന്നാമത്തെ മരുമോൾ വന്നിട്ട് പറഞ്ഞു, ശരിയാ. അവള് ചിന്തിക്കാൻ തുടങ്ങി, ഇവിടെ ഈ അമ്മായിമ്മയുടെ കൂടെ നടന്നിട്ട് എന്താ കാര്യം? ശപിക്കപ്പെട്ട അമ്മായിമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ടു, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളെയും കാണാൻ പറ്റിയില്ല. ശപിക്കപ്പെട്ടൊരു അനുഭവമാ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ അമ്മായിമ്മയെ വിട്ടിട്ട് ഞങ്ങളുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തി എന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാ എന്ന് പറഞ്ഞ് നവോമിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ഓർപ്പ മെല്ലെ അങ്ങോട്ട് തടി തപ്പിപ്പോയി. അത് കഴിഞ്ഞിട്ട് രൂത്ത് വന്നു. രൂത്ത് പറയും, ഞാൻ പോകുന്നില്ല. എന്താ? രൂത്ത് പറയും, അമ്മായിപ്പേ ഞാൻ പോകുന്നില്ല, ഞാൻ നിന്നോട് കൂടെ വരാൻ ആഗ്രഹിക്കുക. എന്താ കാരണം? എന്താ? ഞാൻ ചിന്തിക്കുക, കാരണം എന്തായിരിക്കും? ചിന്തിക്കുക, ഈ അമ്മായിമ്മയും 2 മരുമക്കളും ഇതെല്ലാം കൂടെയൊക്കെ ഇരിക്കുമ്പോ ഇവരിങ്ങനെ നമ്മളെല്ലാം ഇപ്പൊ നമ്മുടെ സഹോദരിമാരെല്ലാം ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. എന്നും കാണാൻ ഒരു 10, 30, 40 സഹോദരിമാർ വന്ന് ഇങ്ങനെ പണിയും. അവരിയ്ക്കുമ്പോ അവർ ചിരിച്ചും കളിച്ചും ഉച്ചയ്ക്ക് പണി കുറച്ചേ ഉള്ളൂ. ഫുഡ് കഴിക്കലും വെള്ളം കുടിക്കലും വർത്താനം പറയിച്ച് ഭയങ്കര രസമായ പരിപാടി കാണാൻ. അപ്പൊ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ, ഈ ഓർപ്പയും നവോമിയും രൂത്തും ഇവരെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ അവരവരുടെ ദൈവത്തെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യും. ചിലപ്പോ ഈ രൂത്തും ഓർപ്പയൊക്കെ ഓർപ്പ പറഞ്ഞു കാണും, ഞങ്ങൾക്ക് ദൈവമുണ്ട്, നിങ്ങളുടെ ദൈവത്തെ നവോമിയോട് പറഞ്ഞു കാണും, നവോമി ഞങ്ങളുടെ ദൈവത്തെ കാണാൻ പറ്റും, എവിടെ ചെന്ന് നോക്കിയാലും അവിടെയുണ്ട് ദൈവം, അവിടെ വിഗ്രഹമുണ്ട്, ഇവിടെയുണ്ട്, എവിടെ ചെന്നാലും പ്രതിഷ്ഠകളെല്ലാം ഉണ്ട്, ഇതെല്ലാം കാണാൻ പറ്റും. നിങ്ങളുടെ ദൈവത്തെ കാണാൻ പറ്റുമോ? നിങ്ങളുടെ ദൈവത്തിന് രൂപമുണ്ടോ? അതെ, ഞങ്ങളുടെ ദൈവത്തിന് പൂജ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യം ഇങ്ങനെ ഓരോന്നായി ഓർപ്പ അവളുടെ ദൈവത്തെ ഇങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ പറയൂ. എന്റെ ദൈവത്തിന് കണ്ണുണ്ട്, മൂക്കുണ്ട്, 10 തലയുണ്ട്, ചെവിയുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് മനുഷ്യരായി മാറാൻ പറ്റൂ, പുലിയായി മാറാൻ പറ്റൂ, എലിയായി മാറാൻ പറ്റൂ, ഇനി കുരങ്ങനായി മാറ്റാൻ പറ്റൂ. ഇങ്ങനെ പലതും പറഞ്ഞ് അവളുടെ ദൈവത്തെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു കാണോ. ഇങ്ങനെ പറയുമ്പോ നവോമി എന്ത് ചെയ്തു പറയുമ്പോ, നവോമി തന്റെ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി കാണത്തില്ലേ? കാണുമെന്നേ. നവോമി തന്റെ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി കാണോ. നവോമി പറഞ്ഞു കാണോ, ഓ ഞങ്ങളുടെ ദൈവത്തെ കാണാൻ പറ്റത്തൊന്നുമില്ല. അവിടെയും ഇവിടെ രൂപങ്ങളോ പ്രതിഷ്ഠകളോ ഒന്നും ഞങ്ങളുടെ ദൈവത്തിനില്ല. ഞങ്ങളുടെ ദൈവത്തെ അങ്ങനെ കാണാനൊന്നും കഴിയത്തില്ല. പക്ഷേ നവോമി പറഞ്ഞു കാണോ, ഒന്നെനിക്കറിയാം, എന്റെ ദൈവം എങ്ങനെയാണെന്ന് അറിയുമോ? അവൻ തന്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചത്. എന്റെ ഛായ എന്താണെന്ന് അറിയുമോ? എനിക്ക് എന്റെ അപ്പന്റെ ഛായയുണ്ട്, എന്റെ അപ്പന്റെ സാദൃശ്യം എനിക്കുണ്ട്. ഇന്ന് രാത്രി ആ ഒരു സാദൃശ്യമുണ്ട്. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ഏത് കൂരിലിന്റെ നടുവിലിരുന്നു കൊണ്ട് എന്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിപ്പുറത്തിറങ്ങി വരുന്ന മഹാദൈവമാ. ഇന്ന് രാത്രി ആ ഓർപ്പ, ആ നവോമി തന്റെ ദൈവത്തെ പുകഴ്ത്തിക്കാണോ. എന്റെ ദൈവം പ്രപഞ്ചത്തെ ഉരുവാക്കിയവനാ. ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉരുവാക്കിയ മഹാദൈവമാ. ഉണ്ടാകട്ടെ എന്നൊരു വാക്കുകൊണ്ട് ആകാശത്തെ ഉണ്ടാക്കി, ഭൂമിയെ ഉണ്ടാക്കി, സൂര്യനെ, ചന്ദ്രനെ, സകല ജീവജാലങ്ങള് ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച് തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി അടിമ വീടായി മിസ്രയീമിൽ നിന്നുകൊണ്ട് വിടിവിച്ചു കൊണ്ടുവന്ന ജനത്തെ ചെങ്കടലിനെ പിളർന്ന് നോക്കി, ആകാശത്ത് പകൽ മേഘസമമായി, രാത്രി അഗ്നിസമമായി അവരോട് കൂടെ നടന്ന് ദൈവത്തെ പരിചയപ്പെടുത്തി. ഇങ്ങനെ പരിചയപ്പെടുത്തി
പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ രൂത്തിനൊരു കാര്യം മനസ്സിലായി. ഇത്ര നാളും ഞാൻ ആരാധിച്ച, ഞാൻ സേവിച്ച മൃഗം, ഞാൻ സേവിച്ച ഈ മൂർത്തികളല്ല, ഈ ജീവനില്ലാത്ത ബിംബങ്ങളല്ല യഥാർത്ഥ ദൈവമാരോ. യഥാർത്ഥ ദൈവം നവോമിയുടെ ദൈവോ, അവൻ ജീവിക്കുന്ന ദൈവമോ. ഏത് കൂരിയുടെ താഴ്വരയിരുന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണെന്നുള്ള ഉറപ്പ് അവളുടെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ രൂത്ത് പറയുകയാ, അമ്മായിമ്മയുടെ കൂടെ ഞാനും പോരുകയാ. അതിന് രൂത്ത്, നിന്നെ വിട്ട് പിരിയുവാനോ നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനോ എന്നോട് പറയരുതേ. അടുത്ത പദം എന്താ? നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്ന ഇടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനോ, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്ന ഇടത്ത് ഞാനും മരിച്ചടക്കപ്പെടോ. ഓ, അവക്ക നാടിനെ കുറിച്ച് ഓർത്തപ്പോ, ആ നവോമിയുടെ ദൈവത്തെയോ ആ ജനത്തെയോ ആ നാട് ഓർത്തപ്പോ അവളുടെ അകത്ത് ഇനി മറ്റു ദൈവങ്ങൾ എനിക്ക് വേണ്ട, മറ്റൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ജീവിക്കുന്ന ദൈവം മതി. എന്നെ വിടുവിച്ചവൾ, എന്റെ ഛായയും സാദൃശ്യത്തിനുമുള്ള, എനിക്ക് ജീവൻ നൽകിയ, എന്നെ ഉയർപ്പിച്ച, എന്നോട് കൂടെ ഇരിക്കുന്ന, കരയുമ്പോൾ എന്റെ അടുക്കൽ വന്ന് എന്നെ തലോടിക്കൊണ്ട് ചെവിചായി ചിറങ്ങി വരുന്ന ആ മഹാദൈവമുണ്ടല്ലോ, അവൻ മതി എനിക്കുന്നൊരു തീരുമാനം എടുക്കുക. ഇനി ആ ദൈവം, നവോമിയുടെ ദൈവം, ആ ദൈവത്തെ മതി, ആ ജനം എനിക്ക് മതി, ആ ദേശത്ത് എനിക്ക് പാർക്കണം. അവൾ അകത്തൊരു പ്രതിജ്ഞ എടുക്കുക. അതുകൊണ്ട് നവോമി പറയാ, രൂത്ത് പറയാ, ഞാനും നിന്റെ കൂടെ പോരുകയാ. ഇനി നമുക്ക് അതിന്റെ താഴോട്ട് പറയുമ്പോൾ വായിച്ചു നമുക്ക് മനസ്സിലാക്കുക. താഴോട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്താ? അവസാനം എവിടെ എത്തിയതാ? നവോമി ഇവർ രണ്ടുപേരും കൂടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുകയാ. ഈ നവോമി രൂത്ത് എത്തിപ്പെട്ടത് എവിടെയാ? നമുക്ക് അടുത്ത രൂത്തിനെ കാണുന്നത് എവിടെയാ? ബോവസിന്റെ വയലിലേക്ക് കാണുകയാ. അവിടെ മാത്രമോ, ബോവസിന്റെ കൊട്ടാരത്തിലെ രാജ്ഞിയായി. എന്താ കാരണോ? ഇന്ന് രാത്രി ദൈവം നോക്കിയേ, ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് നോക്കി അവക്ക് ചിന്തിക്കാമായിരുന്നു, ഈ അമ്മ ശപിക്കപ്പെട്ട അമ്മായിമ്മയുടെ കൂടെ പോയാൽ എന്തായി തീരും, എങ്ങനെയായി തീരോ, എന്തായി തീരുമെന്നൊന്നും ഒരു ഇതുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ. എങ്കിലും ആ ദൈവത്തെ കുറിച്ച് കേട്ടപ്പോൾ, ഇനി ഈ അമ്മായിമ്മ ശപിക്കപ്പെട്ടവളാണെങ്കിലോ, ഇവളുടെ കൂടെ പോയാൽ ഇനി മരിക്കേണ്ടി വരുമെങ്കിലോ, ആ ദേശത്ത് പോയാൽ അവിടെ താമസിക്കാൻ വലിയ വീടില്ലെങ്കിലോ, അവിടെ ഒന്നും ആഹാരമില്ലെങ്കിലോ, ആ ദൈവത്തെ എനിക്ക് വേണമെന്നുള്ള ഒരു പ്രതിജ്ഞ, ഒരു തീരുമാനം അവൾ എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവങ്ങളെ കൊണ്ടെത്തിച്ചത് എവിടെയാ? അവളുടെ റൂട്ടിനെ തിരിച്ച് ബോവസിന്റെ വയലിലേക്ക് ദൈവം റൂട്ട് മാറ്റി കൊണ്ടുപോയി എത്തിക്കേണ്ടത് എത്തിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഉറപ്പോടെ പറയാ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, വേർപാടിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ എന്റെ ദൈവ ശക്തനാണെന്ന് അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. ഇന്ന് രാത്രി നിന്റെ മനസ്സറിയുന്ന ദൈവമാ. ആ മനസ്സ് എന്താണെന്ന് അപ്പനറിയാ. നല്ല മനസ്സാക്ഷിയോടെയാണോ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ നിന്നെ എത്തിക്കേണ്ടിടത്ത് എന്റെ ദൈവം എത്തിക്കും. നമുക്ക് അബ്രഹാമിന്റെ ചരിത്രം അറിയത്തില്ലേ? ഒരിക്കൽ അബ്രഹാമിനെ ദൈവം വിളിച്ച, അബ്രഹാമേ, നീ പിതൃഭവനം വീട്, സ്വന്തം ദേശം വീട്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോ. വിളി കേട്ട അബ്രഹാം ഒരു പൊട്ടനെ പോലെ എങ്ങോട്ട്, എന്തിനെ, എങ്ങനെ എന്നൊന്നും ചോദിക്കാതെ ഒരു പൊട്ടനെ പോലെ വീട് വിട്ടിറങ്ങി. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അബ്രഹാമിന്റെ ദൈവോ, ഇസഹാക്കിന്റെ ദൈവോ, യാക്കോബിന്റെ ദൈവോ, യോസഫിന്റെ ദൈവോ, എന്താ പറയത്തക്ക വിധത്തിൽ അബ്രഹാമിന്റെ ദൈവം ഉയർത്തിയതിന് കാരണം എന്തോ? ദൈവ ശബ്ദം കേട്ട് പൊട്ടനെ പോലെ എന്റെ ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് എന്റെ ദൈവം ഉയർത്തി. അതുകൊണ്ട് വചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവരെ, എന്നെ മാനിക്കുന്നവരെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, ഞാൻ മാനിക്കൂ. ദൈവത്തിന്റെ വെറും ഒരു വാക്കല്ല. ഇന്ന് രാത്രി വേദപുസ്തകത്തിന്റെ പ്രോമിസ, എന്നെ മാനിച്ചാൽ, ഈ പുസ്തകം എടുത്താൽ നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആരൊക്കെ തള്ളിക്കളഞ്ഞാലോ, ആരൊക്കെ ഉപേക്ഷിച്ചാലോ, ഇന്ന് രാത്രി മാനിക്കേണ്ടതുപോലെ എന്റെ നമുക്ക് ആശാരി ഉപദേശിച്ച് നമുക്ക് അറിയത്തില്ലേ? അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്റെ കയ്യിലെ ബൈബിൾ എടുത്ത് തലയിൽ വെച്ചു. എന്തിനു വേണ്ടിയാ? ആശാരിയായി കിടന്ന എന്നെ ഈ അമേരിക്കയുടെ മണ്ണിൽ ഫൈറ്റിംഗ് കെട്ടി കൊണ്ടുവന്ന എന്റെ ദൈവത്തിന്റെ കൃപയോർക്കുമ്പോൾ, ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ഈ പുസ്തകം തലയിലല്ല ഞാൻ എവിടെ ചുമക്കണോ? ഇന്ന് രാത്രി നീ മാനിപ്പാൻ, ദൈവത്തെ മാനിപ്പാൻ തയ്യാറായാൽ, ദൈവത്തോട് നിൽക്കാൻ തയ്യാറായാൽ, വഴി ഒരുക്കുമവൻ ആഴങ്ങളിൽ. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലോ, ഇന്ന് രാത്രി സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലോ, നിന്നെ എത്തിക്കേണ്ട അടുത്തേക്ക് നിന്നെ റൂട്ട് തിരിച്ച് എന്റെ ദൈവം കൊണ്ടെത്തിപ്പാനിടയായിത്തീരോ. എന്റെ വാക്കുകൾ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാ. ഇന്ന് രാത്രി നമ്മെ ദൈവത്തിന്റെ
കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുക. ഇന്ന് രാത്രി വലിയൊരു ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത്, ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ, ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് രാത്രി ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ കൂട്ടിവരത്തിന് പുറകിൽ തന്നെ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി നിന്നെ ഒന്ന് ഉറപ്പിക്കേണ്ടതിന്, ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതിന്, അനേക നാളുകളെ ആകുലപ്പെട്ടുകൊണ്ട് എന്തായിത്തീരുന്ന ചിന്തകൾ കൊണ്ട് അനേക ചോദ്യങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്റെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ആ ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കുവാൻ നീ മനസ്സ് വെക്കുന്നെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാ. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. ഇന്ന് രാത്രി ഇസ്രായേൽ ഒരു വലിയ ക്ഷാമം വെളിപ്പെടുകയാ. ജീവിതത്തിലെ ക്ഷാമത്തിന്റെ 2 കാരണങ്ങൾ നാം പറഞ്ഞു. ഒന്ന്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടത് ദൈവ ക്ഷാമത്തെ അയക്കും. അനുദപിച്ചു മടങ്ങി വരേണ്ടതിന് ഉൽപ്പത്തി പുസ്തകം മുതൽ നാം താഴോട്ടിങ് വരുമ്പോൾ കാണുന്നത് അതല്ലേ. വഴിതെറ്റിപ്പോകുന്ന ജനത്തെ കർത്താവെങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് ശോധനകൾ, പ്രതിസന്ധികൾ, ക്ഷാമങ്ങളെ ഇട്ടുകൊണ്ട് ആ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. ഇനി അത് അടുത്ത ഒന്ന്, ശോധന ജീവിതത്തിൽ തരുന്ന എന്തിനു വേണ്ടിയാ? അടുത്ത ക്ഷാമം എന്തിനു വേണ്ടിയാ? നീ അധികം പൊന്നായി പുറത്തു വരേണ്ടതിന് ഈ 2 രീതിയിലും ജീവിതത്തിൽ പ്രതിസന്ധി വരാം. ഇന്ന് രാത്രി പൊന്നായി പുറത്തു വരേണ്ടതിന് ക്ഷാമം വന്നതെങ്കിൽ നീ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ അകത്തൊരാത്മിക തീ കത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി ഞാൻ പറയാ, എന്റെ 20ാമത്തെ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒത്തിരി ശോധനയിലൂടെ കടന്നുപോയി. എന്നാൽ ആ ശോധനയുടെ നടുവിൽ ഞാൻ അറിയാതെ എന്റെ യേശു എന്റെ അകത്ത് വളരേണ്ടയായി തീർന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇന്നത്തെ കഴിവോ എന്റെ വാക്സാമർത്ഥ്യമൊന്നുമല്ല, ആ ശോധനയുടെ നടുവിൽ എന്റെ അപ്പനോട് കൂടെ ഇരുന്ന ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാ. ശോധന ഒരു വശത്ത് കയറുമ്പോൾ, വേദനകൾ, പ്രതിസന്ധികൾ വേറുമ്പോഴോ അകത്തും ഒരു വശത്ത് എന്റെ അകത്ത് യേശു ജീവിക്കാൻ തുടങ്ങി. യേശുവുമായുള്ള സ്നേഹം അകത്ത് വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ പറയാ, അതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? ആ ദൈവം ഇട്ടത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ പൊന്നായി നിൽപ്പോൾ, നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിൽപ്പണ്ടൊക്കെ വേണോ എന്റെ ദൈവം എന്നെ പ്രാപ്തനാക്കി മാറ്റിയത് ആ ശോധനയാ. ആ ശോധനയുടെ നടുവിൽ ഞാൻ ദൈവത്തോട് കൂടെ ഇരുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാൻ എന്റെ ദൈവം എന്നെ പ്രാപ്തനാക്കി മാറ്റി. അന്ന് ആ ശോധനയുടെ നടുവിൽ എന്റെ ദൈവത്തെ പിറുപിറുത്തുകൊണ്ട് ഇസ്രായേൽ പിറുപിറുത്തതുപോലെ പിറുപിറുത്തും പരിഭവം പറഞ്ഞും പരാതിയും പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ ഇരിക്കാൻ ഒരു സാധ്യതയും കാണത്തില്ലായിരുന്നു. എന്നാൽ അന്ന് ആ ശോധനയുടെ നടുവിൽ ദൈവത്തോട് കൂടെ ഇരുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. എന്റെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് തന്റെ ജനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരികയോ. ഒരു പടി കൂടെ ദൈവത്തോട് അടുത്ത് ദൈവം ഏൽപ്പിച്ച ദൈവിക ദൗത്യങ്ങൾ ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണോ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കുവേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജനത്തെ കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആമേൻ. എനിക്ക് ഈ അവസരം ഒരുക്കിയ കർത്തൃദാസനോടും ജനത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു കർത്താവിന്റെ ദാസനെ ദൈവം ഒത്തിരി മാനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ശക്തമായി നിത്യതയെക്കുറിച്ച് ദൈവോധനത്തിന്റെ ആത്മീയ പൊരുളുകൾ, സത്യങ്ങൾ മറകൂടാതെ ആമേൻ ക്രിസ്തുവേശുവിന്റെ നല്ല സാക്ഷിയായി കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയിൽ തന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും വചനത്തിന്റെ ദൂതുകളെല്ലാം നൽകി തന്ന കർത്താവിന്റെ ദാസനുള്ള ആഴമേറിയ നന്ദി, സ്നേഹവും രഘുബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് ഒത്തിരി മാനിക്കട്ടെ. നമുക്ക് നിത്യതയാണ് ഏറ്റവും വലുത്. അതിനെ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൽ നേടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇവിടം കൊണ്ട് നാം അവസാനിക്കേണ്ടതാണ്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെതായ ദൗത്യം നാം തിരിച്ചറിഞ്ഞ് അനേകരെ രക്ഷയിലോട്ട് കൊണ്ടുവരികയും അപ്പോൾ തന്നെ നമ്മുടെ നിത്യത ഉറപ്പാക്കി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യാം. താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി വില കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി കർത്താവിന്റെ ദാസൻ അധ്വാനിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ സൂമിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന്റെ സന്ദേശങ്ങൾ നൽകി തന്നു. അത് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു. ഇന്ന് രാത്രി കലവ് ശക്തമായ ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ ദാസൻ ചെയ്തത്. ഞങ്ങൾ യാത്രയിലായിരുന്നു. കർത്താവ് ഒത്തിരി മാനിക്കട്ടെ, കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പിന്നെയും കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ആമേൻ സ്തോത്രം. കർത്താവിന്റെ ദാസൻ സമയമുള്ളപ്പോൾ ജോയിൻ ചെയ്ത്
ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകളെ നൽകി തരണം. മറ്റുള്ളവരെക്കാൾ ഒരു വ്യത്യസ്തനായി നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രികാലം ദൈവദാസൻ ശുശ്രൂഷിച്ചത്. ഒത്തിരി നന്ദി കർത്താവിന്റെ ദാസനെ. ദൈവം മാനിക്കട്ടെ. പാട്ടുപാടി സഹായിച്ച കർത്താവിന്റെ ദാസൻ സജീവ അബ്രഹാമിനുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ബേബി പി അബ്രഹാം ബീഗാർ, കർത്താവിന്റെ ദാസൻ നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് ഇന്ന് രാത്രികാലം കടന്നു പോകാം. Praise the Lord. Hallelujah, hallelujah, hallelujah. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രിയും ഞങ്ങളുടെ പാദപീഠം കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. അതോർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രിയും അനുഭവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിൽ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. വചന പ്രഘോഷണം നടത്തിയ അഭിഷക്ത ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം വചനത്തിന്റെ ആഴമായ മർമ്മങ്ങൾ കർത്താവ് മറഞ്ഞു കിടന്ന ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തന്റെ ദാസനിൽ കൂടെ കർത്താവ് കരങ്ങളിൽ എടുത്തു ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ തന്റെ ദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ മുഖത്ത് പിന്നെയും ശക്തമായ രീതിയിൽ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നു ഓർത്ത് സ്തോത്രം. തന്നെയും തന്റെ കുടുംബത്തെയും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം മാനിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനം ഓരോരുത്തരുടെ ജീവിതത്തിന് വിടുതലും സമാധാനവും ആശ്വാസം കൊടുത്ത് കർത്താവ്യ വചനത്താലുള്ള വിടുതൽ സ്വർഗം അയച്ചല്ലോ, സൗഖ്യം അയച്ചല്ലോ. വചനത്താലുള്ള കർത്താവ്യ അനുഗ്രഹങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് പകർന്നതോർത്തു സ്തോത്രം ചെയ്യുന്നു. അതിലുപരിയായിട്ട് കർത്താവ്യത്തിന്റെ അഭിഷക്ത ദാസന്മാർ ഒറീസയുടെ മണ്ണിലായിരിക്കുന്നല്ലോ. കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ കർത്താവെ പകലും രാത്രിയും ഒരുപോലെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. തന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അവരിൽ കൂടെ അനേകായിരങ്ങൾ ക്രിസ്തുവിനെ അറിയുവാൻ, അനേകായിരങ്ങളെ ബന്ധനങ്ങൾ അഴിക്കുവാൻ, പൈശാചിക കോട്ടകളെ തകർത്തുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ ശക്തമായ രീതിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് സ്തോത്രം. പിന്നെ ഈ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തക്കോട്ടകൾ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം എല്ലാവരും ഒരു പ്രാവശ്യം കൂടി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും സ്വർഗം കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. സ്വർഗീയ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയത്തോട് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവദാസി ദാസന്മാരോടും അതിലുപരിയായിട്ട് വചന പ്രഘോഷണം നടത്തിയ അഭിഷക്ത ദാസനോടുകൂടെ കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെയും കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം നമുക്ക് ജയം തന്ന കർത്താവിന്റെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, തന്റെ വിശുദ്ധന്മാർക്കായി വരണമേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസനെ. ദൈവത്തിന് മാനിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 7 തന്നെ കാലത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുവല്ലോ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, ഈ തലമുറയിൽ അതിശക്തമായി ഉപയോഗിക്കുന്ന ദൈവഭക്തന്മാർ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ബേബി പി അബ്രഹാം, കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സന്തോഷമായിരിക്കുന്നു.